നമസ്കാരം. സ്വർണ്ണാഭരണം എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത് 22 കാരറ്റ് സ്വർണമാണ്. എന്നാൽ വില കൂടി തുടങ്ങിയതോടെ കുറഞ്ഞ കാരറ്റ് ആഭരണങ്ങളിലേക്ക് ആളുകൾ മാറി തുടങ്ങി. അപ്പോഴും 18 കാരറ്റ് 14 കാരറ്റ് ആഭരണങ്ങളാണ് പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത്. 22 കാരറ്റ് സ്വർണ്ണവിലയുടെ അടുത്ത് വരില്ല എങ്കിലും ഇന്ന് 18ഉം 14ഉം കാരറ്റ് ആഭരണങ്ങൾ വാങ്ങണമെങ്കിൽ പണം എറിയണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയെങ്കിൽ 9 കാരറ്റ് ആഭരണം വാങ്ങിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. 22 കാരറ്റ് സ്വർണത്തിന്റെ പകുതി വിലയ്ക്ക് ഇത് സ്വന്തമാക്കാം. പക്ഷേ 9 കാരറ്റിനെ കുറിച്ച് പലർക്കും അറിയാൻ പാടില്ല എന്നാണ് പ്രധാന പ്രശ്നം. കാരണം 9 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളെ കുറിച്ചുള്ള അവബോധം രാജ്യത്ത് വളരെ കുറവാണെന്നാണ് ജ്വല്ലറിക്കാരും പറയുന്നത്. 2025 ജൂലൈ മുതൽ ഇന്ത്യയിൽ 9K സ്വർണത്തിന് ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ നടത്തിയ സർവേ പ്രകാരം ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും ഇതിന്റെ സർട്ടിഫിക്കേഷനോ പരിശോധന മാനദണ്ഡങ്ങളോ അറിയില്ല. സർവേയിൽ പ്രതികരിച്ച 20% പേർക്ക് മാത്രമാണ് 9K സ്വർണത്തെക്കുറിച്ചും അതിന്റെ നിർബന്ധിത ഹോൾമാർക്കിംഗ് ആവശ്യകതയെക്കുറിച്ചും ധാരണ ഉണ്ടായിരിക്കുന്നതെന്നാണ് അഹമ്മദാബാദ് മിറർ റിപ്പോർട്ട് ചെയ്യുന്നത്. 18K, 22K, 24K പോലുള്ള ഉയർന്ന പരിശുദ്ധിയുള്ള സ്വർണത്തിന് ഹോൾമാർക്ക് നിർബന്ധമാണ് എന്ന് ഏകദേശം 80% പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഹോൾമാർക്കിന്റെ ഘടകങ്ങളായ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ലോഗോ, പരിശുദ്ധി നിലവാരം, വ്യാപാരിയുടെ തിരിച്ചറിയൽ അടയാളം, ഹോൾമാർക്കിംഗ് കേന്ദ്രത്തിന്റെ സ്റ്റാമ്പ് എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 6 ആൽഫ ന്യൂമറിക് ഹോൾമാർക്കിംഗ് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓരോ ഹാൾമാർക്ക് ചെയ്ത ആഭരണങ്ങളിലും ഉണ്ടായിരിക്കണമെന്നാണ് ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ കാര്യം അറിയാവുന്നുള്ളൂ. സാങ്കേതിക പരിശോധനയേക്കാൾ വ്യാപാരിയിലുള്ള വിശ്വാസ്യതയാണ് ഉപഭോക്താക്കൾ പലപ്പോഴും ആശ്രയിക്കുന്നതെന്നാണ് സർവേ കണ്ടെത്തിയത്. നഗരത്തിലെ പല ആഭരണ കടകളിലും 9K ഹോൾമാർക്ക് വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പരിമിതമാണ് എന്നാണ് പറയുന്നത്. ജം ആൻഡ് ജ്വല്ലറി ട്രേഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ട്രഷറർ ജിഗിർ പട്ടേൽ 18K, 22K ആഭരണങ്ങളെക്കാൾ 9K സ്വർണ്ണാഭരണങ്ങളുടെ സ്റ്റോക്കും നിലവിൽ കുറവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ വ്യാപാരികൾ സാധാരണയായി വിശദാംശങ്ങൾ നൽകാറുള്ളൂ. 9K ആഭരണങ്ങളിലെ ഹോൾമാർക്ക് നമ്പർ പോലുള്ള സൂക്ഷ്മ വിവരങ്ങൾ പോലും വ്യാപകമായി മനസ്സിലാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ അവബോധം ഇതിനെതിരെ ആവശ്യമാണ്. മഞ്ഞ സ്വർണത്തിനാണ് ഉപഭോക്താക്കൾക്കിടയിൽ മുൻഗണന എങ്കിലും 9K സ്വർണം റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ് ഡിസൈനുകൾക്ക് അനുയോജ്യമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ശുദ്ധമായ സ്വർണത്തിന്റെ അളവ് കുറവായതിനാൽ ഉയർന്ന കാരറ്റുള്ള സ്വർണത്തിന്റെ മഞ്ഞ തിളക്കം ഇതിനില്ല. ഈടും വിലക്കുറവുമാണ് ഇതിന്റെ പ്രധാന മേന്മകൾ. കേരളത്തിൽ നിന്ന് 22 കാരറ്റ് 1 പവൻ സ്വർണത്തിന്റെ വില 1.19 ലക്ഷമാണ്. ഇന്ന് 9 കാരറ്റ് 1 പവൻ വാങ്ങണമെങ്കിൽ പരമാവധി 50,000 രൂപ നൽകിയാൽ മതിയാകും. ഇത്ര കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുമ്പോൾ എന്തിന് കൂടിയ തുകയ്ക്ക് 22 കാരറ്റ് സ്വർണം വാങ്ങണമല്ലേ? പക്ഷേ നിക്ഷേപം താല്പര്യത്തോടെയാണെങ്കിൽ 9 കാരറ്റ് സ്വർണം വലിയ നഷ്ടമാക്കും. നിക്ഷേപം ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് 5 കാരറ്റ് സ്വർണവും കിട്ടും. അതാണെങ്കിൽ 50,000 രൂപയ്ക്ക് താഴെയാണ്. അതായത് 1 പവന് വെറും 20,000 രൂപ കൊടുത്താൽ മതിയാകും.